ഒരു ചെറുപ്പക്കാരനെ, വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ കണ്ട് വിറള പിടിക്കുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ. അവനാകട്ടെ തളർത്താനുള്ള ശ്രമങ്ങൾ തണലായി കണ്ട് രാജ്യമൊട്ടാകെ വളർന്നു പന്തലിക്കുന്ന തിരക്കിലും. പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നം തെറ്റാതെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എയ്യുന്ന ആ പയ്യനെ ഇത്ര കണ്ട് ഭയപ്പെടാൻ എന്തിരിക്കുന്നു എന്നല്ലേ? അറിയാം ധ്രുവ് റാഡിയെക്കുറിച്ച്. ഇത് ധ്രുവ് റാഡി, 29 വയസ്സ്, ഹരിയാന സ്വദേശി, ജോലി കണ്ടന്റ് ക്രിയേറ്റർ. എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ വാരി വലിച്ചു ചെയ്യുന്നതല്ല ഈ ചെറുപ്പക്കാരന്റെ യൂട്യൂബ് ചാനൽ. ജനം അറിയേണ്ടതെന്തോ, നാടുറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതെന്തോ അതാണ് ധ്രുവിന്റെ കണ്ടന്റുകൾ. ശക്തനായ രാഷ്ട്രീയ എതിരാളി. ഇലക്ട്രൽ ബോണ്ട്, EVM, മണിപ്പൂർ, തൊഴിലില്ലായ്മ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, ഗോമാതാവും ഇന്ത്യയും, പെട്രോൾ വില വർധന, GST, ആധാർ വിവരങ്ങളുടെ ചോർച്ച, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, കർഷക പ്രക്ഷോഭം, റഫാൽ, ബുൾഡോസർ രാജ്, ജമ്മു കശ്മീർ എന്നു തുടങ്ങി രാജ്യം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ്, സത്യം തുറന്നു കാട്ടുകയാണ് ധ്രുവ്. ആത്മവിശ്വാസം ജ്വലിക്കുന്ന കണ്ണുകളാണ് അയാളുടെ പ്രത്യേകത. കാഴ്ചക്കാരോട് നേരിട്ട് സംസാരിക്കുന്ന രീതി, വസ്തുനിഷ്ഠമായ ലളിതമായ അവതരണം. 2014 0 സബ്സ്ക്രൈബേഴ്സുമായി തുടങ്ങിയ ചാനൽ കൃത്യം 10ാം വർഷത്തിലെത്തുമ്പോൾ 18 മില്യൺ സബ്സ്ക്രൈബേഴ്സാണുള്ളത്. സർക്കാരിനെതിരായ വിമർശനമാണ് കൂടുതലും. ജനാധിപത്യത്തിൽ വേണ്ടതും അതുതന്നെയാണല്ലോ. കാരണം വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ ഇന്റർനെറ്റ് പോലും റദ്ദാക്കുന്ന ഭരണ തലവന്മാരുള്ളപ്പോൾ ധ്രുവിനെ പോലെയുള്ളവർ ഇവിടെ തന്നെ വേണം. എന്നാൽ ഒരിക്കൽ ധ്രുവിനെയും ഫേസ്ബുക്ക് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. ഫാസിസത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് 2019 അത്. പക്ഷേ 12 മണിക്കൂറുകൾക്കകം ആ നടപടി പിൻവലിച്ച് ഫേസ്ബുക്കിന് മാപ്പ് പറയേണ്ടി വന്നു. സമൂഹ മാധ്യമങ്ങളിൽ ധ്രുവിന്റെ സ്വാധീനം അത്രത്തോളമായിരുന്നു. വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദ കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് കേരളത്തിൽ ധ്രുവിൻ്റെതായി ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. വീഡിയോ കണ്ടതോടെ ഈ ഹിന്ദിക്കാരൻ പയ്യൻ ആള് കൊള്ളാമെന്ന് മലയാളികളും പറഞ്ഞു. 20 മില്യണിലധികം പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുന്ന ദ ഡിക്റ്റേറ്റർ എന്ന വീഡിയോ കണ്ടവർ ധ്രുവിന്റെ കുറിക്ക് കൊള്ളുന്ന വിമർശനത്തെ, സത്യം വിളിച്ചു പറയുന്ന തന്റെ ഇടത്തെ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. 24 മില്യണിലധികം വ്യൂസാണ് ഈ ഒറ്റ വീഡിയോയ്ക്കുള്ളത്. ഇതിന്റെ 2ാം ഭാഗത്തിനുമുണ്ട് 20 മില്യണിലധികം വ്യൂസ്. പ്രതിപക്ഷത്തോട് ഭരണകക്ഷി സ്വീകരിക്കുന്ന അടിച്ചമർത്തൽ നിലപാടിനെയും ജനാധിപത്യ ധ്വംസനത്തെയും സർക്കാർ കൊള്ളയെയുമെല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട് ധ്രുവ്. ദിവസങ്ങൾക്ക് മുൻപ് 3 ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 5 പ്രാദേശിക ഇന്ത്യൻ ഭാഷകളിൽ കൂടി അദ്ദേഹം യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചു. തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാഠി എന്നീ ഭാഷകളിൽ. ധ്രുവ് തന്നെയാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റ് ഭാഷകളിലേക്ക് വീഡിയോ ഡബ്ബ് ചെയ്തിരിക്കുകയാണ്. സങ്കീർണമായ കാര്യങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് താൻ. ഈ ലോകം നമുക്കും ചുറ്റുമുള്ളവർക്കും നല്ലൊരിടമായിരിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിലൂടെ സാമൂഹിക ബോധവൽക്കരണം നടത്താനാണ് താൻ ശ്രമിക്കുന്നത് എന്നാണ് ചാനലിന്റെ ബയോയിൽ പറഞ്ഞിരിക്കുന്നത്. മെക്കാനിക്കൽ റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് ധ്രുവ്. കുടുംബത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയവയാണ് ഇഷ്ടമേഖലകൾ. ഒരു ട്രാവൽ ബ്ലോഗിലൂടെയാണ് ധ്രുവ് തന്റെ കണ്ടന്റ് ക്രിയേറ്റർ ജീവിതം ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തിന്റെ ഗതിയെക്കുറിച്ച് സംസാരിക്കുന്ന, രാഷ്ട്രീയത്തെക്കുറിച്ച്, പൗരാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന, സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന, പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി സർക്കാരിനെതിരെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് പ്രതീക്ഷയായി മാറുകയാണ്.